ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈവനിങ് സ്നാക്സായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പരിപ്പ് വടേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിസ്പി പരിപ്പ് വട തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് 1 കപ്പ് കടലപ്പരിപ്പ് ഒരു 4 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിരാൻ മാറ്റി വയ്ക്കാം. ഒരു 4 മണിക്കൂറിന് ശേഷം അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 സ്പൂണോളം കടലപ്പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു 2 തണ്ട് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 ചെറിയുള്ളി, ഒരു വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ഒത്തിരി അരഞ്ഞു പോകരുത്, ഈ ഒരു പരുവത്തിൽ വേണം ആക്കാൻ. ഇനി ഇതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് നമുക്ക് പരിപ്പ് വടേൻ്റെ ഷേപ്പിൽ ആക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയും ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോ പരിപ്പ് വടയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പുറം മാത്രം കരിഞ്ഞ് ഉള്ളിൽ വേകാതായിപ്പോവും. അപ്പോൾ ഇതേപോലെ 2 വശവും നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോവും. നല്ല ഒരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വൈകുന്നേരം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രിസ്പി പരിപ്പ് വടേൻ്റെ റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബായ്.